നമസ്കാരം, ഞാൻ ഡോക്ടർ അമിതാഭ്, റഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ്. മെൻ്റൽ ഹെൽത്ത് ഈസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം, മാനസികാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കാര്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും സ്ട്രെസ്സ് വരാം. പക്ഷേ സ്ട്രെസ് എപ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ്, ഉദാഹരണത്തിന് നമുക്കൊരു ജോബ് പ്രൊമോഷൻ, നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുക, ഇതെല്ലാം പോസിറ്റീവായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസാണ്. അതുപോലെ തന്നെ ഒരു ബ്രേക്കപ്പോ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയറും ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സാണ്. എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ സ്ട്രെസ്സ് കാരണം നമുക്ക് നമ്മളുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ദേഷ്യം, വിശപ്പില്ലായ്മ, ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ, നമുക്ക് പഴയ പോലെ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിക്കുന്നില്ല, ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഇത് ചില ആൾക്കാരിൽ ഈ സമയത്ത് ചില ലൈഫ് സ്റ്റൈലിൽ ചില വ്യത്യാസങ്ങൾ, അതായത് ചില ആൾക്കാർ പുകവലി ഈ സമയത്ത് കൂടാറുണ്ട്, മദ്യപാനത്തിൻ്റെ ശീലം കൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരിക്കും ഈ സ്ട്രെസ്സിനെ കൂട്ടത്തേ ഉള്ളൂ. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോൺസ്, അതായത് കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസിൽ വേരിയേഷൻസ് വരാം. ഇത് കാരണം നമുക്ക് പാൽപിറ്റേഷൻ, നെഞ്ചെടുപ്പ് കൂടുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് തുടർച്ചയായിട്ടുള്ള സ്ട്രെസ്സ് കാരണം നമ്മുടെ ശരിക്കും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്കൊരു പരിധിവരെ മറികടക്കാം? തീർച്ചയായും നിങ്ങളുടെ ഞാൻ മുമ്പ് പറഞ്ഞ ലക്ഷണങ്ങൾ, നമ്മളുടെ ഉറക്കത്തിനെയോ നമ്മുടെ സ്വഭാവത്തിനെയോ നമുക്ക് നമ്മുടെ ജോലിയിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഈ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെയോ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോ നിങ്ങൾ തേടണം. ഇതിനോടൊപ്പം തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക, ബന്ധുക്കളും ഫ്രണ്ട്സുമായിട്ടും ടൈം ചെലവഴിക്കുക, പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ നമുക്ക് പറ്റും. അപ്പോൾ സ്ട്രെസ്സിന് സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തേടണം. എൻ്റെ OPDയിൽ ഒരു ദിവസം 19 വയസ്സുള്ളൊരു പെൺകുട്ടി പുള്ളിക്കാരിയുടെ ആൻറ്റി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആൻറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ മോൾക്ക് ഭയങ്കര ദേഷ്യം, മോള് ക്ലാസ്സിലൊന്നും പോകാൻ കൂട്ടാക്കുന്നില്ല, അവൾ ഫോണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഭക്ഷണമൊന്നും സമയവണ്ണം കഴിക്കുന്നില്ല, ഒന്നും ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല എന്നീ ബുദ്ധിമുട്ടുകളായിട്ടാണ് മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പം മോളോട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല, ഒന്നും തുറന്ന് സംസാരിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളുടെ സ്കൂളിനെ പറ്റി ചോദിച്ചു, അവളുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ വർഷങ്ങളായിട്ട് വിവാഹം തുടങ്ങിയ അന്ന് മുതൽ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അവർ ലീഗലി സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ഇത് അവളെ വളരെയധികം ബാധിച്ചു. അവൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൾക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. സ്കൂളിൽ ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ അച്ഛനും അമ്മയായിട്ട് വരുമ്പോൾ മോള് അച്ഛനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ സാഹചര്യമൊക്കെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം, ഈ ചിന്തകൾ, ഈ പ്രശ്നങ്ങൾ കാരണം അവൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല, അവൾക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, പഠിക്കാൻ താല്പര്യക്കുറവ്, സ്കൂളിൽ പോകണമെന്നില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നു, ടീച്ചർമാരോടും പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്നീ ലക്ഷണങ്ങളായിട്ടാണ് ശരിക്കും കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടിക്ക് സിവിയറായിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതേപോലുള്ള അസുഖങ്ങൾ നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ സിംറ്റംസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം. താങ്ക് യു.